പഹൽഗാമിനെ കണ്ണീരിനുള്ള ചുട്ട മറുപടി. ഓപ്പറേഷൻ സിന്ദൂർ. ഞെട്ടിവിറച്ചു പാകിസ്ഥാൻ നിൽക്കുകയാണ്. ഉറക്കം കെടുത്തി ഇന്ത്യ. ഭീകരവാദത്തിന് തീ തുപ്പുന്ന ഒരു മറുപടി തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പഹൽഗാമിലേറ്റ മുറിവിന് ഇന്ത്യയുടെ കനത്ത മറുപടി. അത് പാകിസ്ഥാന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു ഇന്ത്യക്കാരനും മറക്കാൻ പറ്റില്ല ഏപ്രിൽ 22, 2025. കശ്മീർ പഹൽഗാമിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പാക് പിന്തുണയോടെ ഭീകരാക്രമണമുണ്ടായി. 26 ഇന്ത്യക്കാർ അന്ന് കൊല്ലപ്പെട്ടു. അന്നേ ദിവസം തന്നെ തൊടുത്തുവിട്ടതാണ് ഈ മറുപടി. ഇന്ത്യ കാത്തുവെച്ച മറുപടി. പഹൽഗാം ഭീകരാക്രമണത്തിനു മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി 9 ഇടങ്ങളിലെ ഭീകരകേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നൽ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ദൗത്യം ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് സേന നടത്തിയത്. പഹൽഗാമിലേറ്റ മുറിവിന് ഇന്ത്യയുടെ മറുപടി. അതെ, ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായിരിക്കുകയാണ്. ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി സ്കെച്ച് ചെയ്താണ് സൈന്യം സംയുക്ത ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ കര-വ്യോമസേനകളുടെ സംയുക്ത ഓപ്പറേഷനാണ്. ആക്രമണത്തിന് മുമ്പ് പുലർച്ചെ 1:30 മുതൽ സൈന്യം വ്യോമാഭ്യാസം നടത്തി. ജയ്സാൽമീറിൽ ഉൾപ്പെടെ വ്യോമാഭ്യാസവും നടത്തി. കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഓപ്പറേഷൻ നടത്തിയത്. സൈന്യം ലക്ഷ്യമിട്ടത് കൊടും ഭീകരരെയാണ്. ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നുവെന്നാണ് ഈ ആക്രമണത്തെ ഇന്ത്യയുടെ സായുധ സേന എക്സിൽ പോസ്റ്റിൽ വിശേഷിപ്പിച്ചത്. പാക് സൈനിക കേന്ദ്രങ്ങളെയല്ല, മറിച്ച് ഭീകര കേന്ദ്രങ്ങളെയാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും കൃത്യമായി സംയമനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായതെന്നും സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. തിരിച്ചടിക്കുമെന്ന് ആദ്യം മുതലേ സൂചന നൽകിയ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതടക്കം നിർണായക തീരുമാനങ്ങൾ പാകിസ്ഥാനെതിരെ കൈക്കൊണ്ടു. ഇന്ത്യയുടെ തിരിച്ചടിക്കെതിരെ രക്തസാക്ഷികളുടെ രക്തത്തിന് കണക്കു പറയിപ്പിക്കുമെന്ന് പാകിസ്ഥാൻ മന്ത്രി തരാർ പറഞ്ഞിരിക്കുകയാണ്. കശ്മീരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രികൾക്ക് അടിയന്തര സാഹചര്യം നേരിടാനും നിർദ്ദേശമുണ്ട്. തിരിച്ചടിക്ക് പിന്നാലെ വ്യോമസേനയുടെ സൈനികാഭ്യാസവും തുടങ്ങിയിട്ടുണ്ട്. ബാലക്കോട്ടിലെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പുലർച്ചെ 2:45 4:05 ഇടയിലായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അർദ്ധരാത്രിക്ക് ശേഷമാണ് നടന്നത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ